പ്രിയപ്പെട്ടവരെ, ചരിത്രം എപ്പോഴും വിജയികളുടെ മാത്രം പക്ഷം ചേരുന്ന ഒന്നാണെന്ന് പറയാറുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും അത് പരാജയപ്പെട്ടവൻ്റെയോ അല്ലെങ്കിൽ കാലം തെറ്റായി വായിച്ചവൻ്റെയോ കൂടെ നിൽക്കാറുണ്ട്. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും വിവാദ പുരുഷനായ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ വലിയ ചക്രവർത്തിയായ ഔറംഗസീബിൻ്റെ ജീവിത വഴികളിലൂടെയാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്ന് അല്പം അകലെയുള്ള ഖുൽദാബാദ് എന്ന ചെറിയ ഗ്രാമത്തിലാണ്. ഇവിടെ ആകാശത്തേക്ക് തുറന്നു കിടക്കുന്ന പെയിലേറ്റുപാടുന്ന തുളസിച്ചെടികൾക്കിടയിൽ ലളിതമായ ഒരു മൺകൂനയുണ്ട്. അതാണ് ആലംഗീർ എന്ന ഔറംഗസീബിൻ്റെ കല്ലറ. താജ്മഹൽ പണിത് ലോകത്തിന് പ്രണയത്തിൻ്റെ വിസ്മയം സമ്മാനിച്ച ഷാജഹാന്റെ മകൻ, സ്വന്തം പിതാവിനെ തടവിലാക്കി സഹോദരങ്ങളുടെ തലയറുത്ത് രക്തത്തിൽ ചവിട്ടി സിംഹാസനത്തിലേറിയ ഭരണാധികാരി, സംഗീതത്തെ വെറുത്ത, കലകളെ നിരോധിച്ച, ക്ഷേത്രങ്ങൾ തകർത്ത മതഭ്രാന്തൻ എന്ന് ചരിത്രം മുദ്രകുത്തിയ മനുഷ്യൻ. ആരായിരുന്നു യഥാർത്ഥത്തിൽ ഔറംഗസീബ്? ഒരു വശത്ത് തൊപ്പി തുന്നിയും ഖുറാൻ പകർത്തി എഴുതിയും ജീവിച്ച സന്യാസി തുല്യനായ ജീവിതം, മറുവശത്ത് ക്രൂരതയുടെ പര്യായമായി മാറിയ ഭരണകൂടം. ഈ വൈരുദ്ധ്യങ്ങളുടെ കെട്ടഴിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഡൽഹിയിലെ ചെങ്കോട്ട മുതൽ ഡെക്കാനിലെ യുദ്ധക്കളങ്ങൾ വരെ, ആഗ്രയിലെ മുസമ്മൽ ബുർജ് മുതൽ ഖുൽദാബാദിലെ ഈ കല്ലറ വരെ നീളുന്ന ഒരു ദീർഘയാത്ര. ഈ ചരിത്രയാത്രയിൽ നമുക്ക് കേവലം കറുപ്പും വെളുപ്പും നിറഞ്ഞ ചിത്രങ്ങളല്ല കാണാനാവുക, മറിച്ച് ചാരനിറം കലർന്ന ചോരയുടെ ഗന്ധമുള്ള യാഥാർത്ഥ്യങ്ങളാണ്. 1618 ഷാജഹാന്റെയും മുംതാസ് മഹലിൻ്റെയും മൂന്നാമത്തെ മകനായി ജനിക്കുമ്പോൾ ഔറംഗസീബ് ഭാവിയിൽ ഇന്ത്യയുടെ ചക്രവർത്തിയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ദാരോ ഷുക്കോ ആയിരുന്നു പിതാവിൻ്റെ കണ്ണിലുണ്ണി. കുട്ടിക്കാലം മുതൽക്കേ ഔറംഗസീബ് അന്തർമുഖനും ഗൗരവക്കാരനുമായിരുന്നു. കൊട്ടാരത്തിലെ ആഡംബരങ്ങളിൽ നിന്ന് അഭിരമിക്കുന്നതിന് പകരം അദ്ദേഹം മതഗ്രന്ഥങ്ങളിലും നിയമപുസ്തകങ്ങളിലും അഭയം കണ്ടെത്തി. നമ്മൾ ആഗ്രാക്കോട്ടയുടെ ഇടനാഴിയിലൂടെ കടക്കുമ്പോൾ ഓർക്കുക, ഇവിടെ വെച്ചാണ് ആ കുട്ടിക്കാലം രൂപപ്പെട്ടത്. കലയിലും സാഹിത്യത്തിലും താല്പര്യമുണ്ടായിരുന്ന ദാരോ ഷുക്കോ അക്ബറിൻ്റെ പാത പിന്തുടർന്ന് എല്ലാ മതങ്ങളെയും സമന്വയിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഔറംഗസീബ് ഇതിനെ കണ്ടത് ഇസ്ലാമിക തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനമായാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർണ്ണമായും ഇസ്ലാമിക നിയമങ്ങളിലും ഭരണതന്ത്രങ്ങളിലുമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ തണുത്ത ബുദ്ധിശക്തിയുള്ള ഒരാളായി അദ്ദേഹം അറിയപ്പെട്ടു. ആരെയും വിശ്വസിക്കാത്ത, എല്ലാവരെയും സംശയത്തോടെ വീക്ഷിക്കുന്ന ആ പ്രകൃതം ഒരുപക്ഷെ അന്നേ അദ്ദേഹത്തിൽ പേര് പിടിച്ചിട്ടുണ്ടാകാം. ഷാജഹാൻ തൻ്റെ മക്കളെ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭരണാധികാരികളായി നിയമിച്ചു. ഔറംഗസീബിന് ലഭിച്ചത് ഡെക്കാൻ ആയിരുന്നു, മുഗൾ സാമ്രാജ്യത്തിന് എക്കാലത്തും തലവേദന സൃഷ്ടിച്ചിരുന്ന പ്രദേശം. ഇവിടെ വെച്ചാണ് ഔറംഗസീബ് എന്ന ഭരണാധികാരിയും പോരാളിയും രൂപപ്പെടുന്നത്. ഡെക്കാനിലെ കഠിനമായ വെയിലും അവിടുത്തെ രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങളും അദ്ദേഹത്തെ കൂടുതൽ കടുപ്പമുള്ളവനാക്കി. ഗുജറാത്തിലും മുൾട്ടാനിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിൽ അദ്ദേഹം ഭരണപരമായ കാര്യങ്ങളിൽ വലിയ നൈപുണ്യം നേടി. കണക്കുകൾ സൂക്ഷിക്കുന്നതിലും സൈന്യത്തെ നയിക്കുന്നതിലും അദ്ദേഹം സഹോദരന്മാരെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു. ഔറംഗസീബിൻ്റെ ജീവിതം വരണ്ടതായിരുന്നു എന്ന് പറയുന്നവർ പലപ്പോഴും കാണാതെ പോകുന്ന ഒരു ഏടുണ്ട്. ബുർഹാൻപൂരിലെ തൻ്റെ അമ്മായിയുടെ വസതിയിൽ വെച്ച് അദ്ദേഹം ഹിരാബായി അഥവാ സൈനബാദി മഹൽ എന്ന ഗായികയെ കണ്ടുമുട്ടി. സംഗീതത്തെയും മദ്യത്തെയും വെറുത്തിരുന്ന ഔറംഗസീബ്
ആദ്യ കാഴ്ചയിൽ തന്നെ അവളിൽ അനുരക്തനായി. അവൾക്ക് വേണ്ടി വീഞ്ഞുപാത്രം കയ്യിലെടുക്കാൻ വരെ അദ്ദേഹം തയ്യാറായി എന്ന് ചരിത്രകാരനായ നിക്കോളാസ് മനുച്ചി രേഖപ്പെടുത്തുന്നു. എന്നാൽ വിധി ക്രൂരമായിരുന്നു. ഹീരാബായിയുടെ അകാല മരണം ഔറംഗസീബിനെ വല്ലാതെ തളർത്തി. ഔറംഗബാദിലെ വലിയ കുളത്തിനരികിൽ അവളെ അടക്കം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പ്രണയവും അവിടെ മണ്ണടിഞ്ഞു. ദൈവം എന്നോട് കരുണ കാണിച്ചു, അല്ലെങ്കിൽ ആ സ്ത്രീ കാരണം ഞാൻ വഴിതെറ്റിപ്പോയേനെ എന്ന് പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞതായി രേഖകളുണ്ട്. ഒരുപക്ഷെ ആ പ്രണയനഷ്ടം അദ്ദേഹത്തെ കൂടുതൽ കർക്കശക്കാരനാക്കി മാറ്റിയിട്ടുണ്ടാകാം. 1657 സെപ്റ്റംബറിൽ ഷാജഹാൻ ഗുരുതരമായി രോഗബാധിതനായി. ചക്രവർത്തി മരിച്ചേക്കുമെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. സിംഹാസനം ആർക്ക്? നിയമപ്രകാരം മൂത്ത മകനായ ദാരോ ഷുക്കോക്കായിരുന്നു അവകാശം. എന്നാൽ മുഗൾ ചരിത്രത്തിൽ പിന്തുടർച്ചാവകാശം എന്ന നിയമം ഉണ്ടായിരുന്നില്ല. യാ തഖ്ത് യാ തബൂത്, ഒന്നുകിൽ സിംഹാസനം അല്ലെങ്കിൽ ശവപ്പെട്ടി എന്നതായിരുന്നു മുഗൾ രാജാക്കന്മാരുടെ ആപ്തവാക്യം. ബംഗാളിൽ നിന്ന് ഷുജയും ഗുജറാത്തിൽ നിന്ന് മുറാദും തങ്ങളെ തന്നെ ചക്രവർത്തിമാരായി പ്രഖ്യാപിച്ചു. എന്നാൽ ഔറംഗസീബ് ഡെക്കാനിൽ കാത്തിരുന്നു. അദ്ദേഹം വളരെ തന്ത്രപരമായി മുറാദുമായി സഖ്യമുണ്ടാക്കി. സാമ്രാജ്യം പങ്കിടാം എന്നതായിരുന്നു വാഗ്ദാനം. ദാരോ ഷുക്കോയെ ഒരു കാഫിർ അല്ലെങ്കിൽ മതവിശ്വാസമില്ലാത്തവൻ ആയി ചിത്രീകരിച്ച് ഇസ്ലാമിനെ രക്ഷിക്കാൻ താൻ അധികാരത്തിൽ വരണമെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. ആദ്യം നടന്നത് ധർമ്മിട്ട് യുദ്ധമാണ്. ഔറംഗസീബും മുരാദും ചേർന്ന സഖ്യസേന ദാര അയച്ച രാജാ ജസ്വന്ത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ പരാജയപ്പെടുത്തി. ഈ വിജയം ഔറംഗസീബിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. എന്നാൽ യഥാർത്ഥ പരീക്ഷണം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1658 മെയ് 29 ആഗ്രയിൽ നിന്ന് ഏകദേശം 10 മൈൽ അകലെ സാമുവഗഡ് എന്ന സ്ഥലത്ത് വെച്ച് മുഗൾ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ യുദ്ധം നടന്നു. ദാരോ ഷുക്കോയുടെ 50,000-ഓളം വരുന്ന സൈന്യവും ഔറംഗസീബിന്റെയും മുരാദിന്റെയും സംയുക്ത സൈന്യവും നേർക്കുനേർ. ദാരായുടെ സൈന്യം വലുതായിരുന്നെങ്കിലും അവർക്ക് യുദ്ധപരിചയം കുറവായിരുന്നു. മറിച്ച് ഔറംഗസീബിന്റെ സൈന്യം ഡെക്കാനിലെ യുദ്ധക്കളങ്ങളിൽ തഴക്കവും പഴക്കവും വന്നവരായിരുന്നു. ഔറംഗസീബിന്റെ പീരങ്കിപ്പട കൃത്യതയോടെ തീ തുപ്പി. യുദ്ധം മുറുകുന്നതിനിടയിൽ ദാരാ ഷുക്കോ ഒരു വലിയ അബദ്ധം കാണിച്ചു. തൻ്റെ ആനയ്ക്ക് പരിക്കേറ്റപ്പോൾ അദ്ദേഹം ആനപ്പുറത്തു നിന്നും ഇറങ്ങി ഒരു കുതിരപ്പുറത്ത് കയറി. ആനപ്പുറത്ത് ഇരുന്നിരുന്ന തങ്ങളുടെ നേതാവിനെ കാണാതായപ്പോൾ ദാര മരിച്ചു എന്ന് കരുതി സൈന്യം പരിഭ്രാന്തരായി ചിതറിയോടി. ഒരു നിമിഷത്തെ ആ തീരുമാനം ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചു. ഔറംഗസീബ് വിജയിച്ചു. വിജയത്തിനു ശേഷം ഔറംഗസീബ് തൻ്റെ തനിനിറം പുറത്തെടുത്തു. അധികാരം പങ്കിടാം എന്ന് വാഗ്ദാനം നൽകി കൂടെ കൂട്ടിയ സഹോദരൻ മുരാദിനെ അദ്ദേഹം ഒരു വിരുന്നിന് ക്ഷണിച്ചു വരുത്തി. മദ്യം നൽകി ബോധം കെടുത്തി തടവിലാക്കി. പിന്നീട് ഗ്വാളിയോർ കോട്ടയിൽ വെച്ച് വധിച്ചു. ഷുജയെ ബംഗാളിലേക്ക് തുരത്തി. ഒടുവിൽ അരാക്കാനിലെ കാടുകളിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. എന്നാൽ ദാരോ ഷുക്കയുടെ അന്ത്യം ഇതിലും ദാരുണമായിരുന്നു. പലയിടങ്ങളിലായി ഒളിച്ചു നടന്ന ദാര ഒടുവിൽ വഞ്ചിക്കപ്പെട്ട് ഔറംഗസീബിന്റെ പിടിയിലായി. ഡൽഹിയിലെ തെരുവുകളിലൂടെ മുഷിഞ്ഞ വസ്ത്രം ധരിപ്പിച്ച് മെലിഞ്ഞ ഒരു പെണ്ണാനയുടെ പുറത്തിരുത്തി ദാരായെ ഘോഷയാത്രയായി നടത്തി. ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരന്റെ ഈ ദുരവസ്ഥ കണ്ട് വാവിട്ട് കരഞ്ഞു. ഒടുവിൽ മതനിന്ന കുറ്റം ചുമത്തി ദാര ഷുക്കോയെ വധിക്കാൻ ഔറംഗസീബ് ഉത്തരവിട്ടു. ആ രാത്രിയിൽ നടന്നത് മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവമാണ്.
ദാരായുടെ തലയെറുത്ത് അത് വൃത്തിയായി കഴുകി ഒരു വെള്ളിത്താലത്തിൽ വെച്ച് ആഗ്ര കോട്ടയിൽ തടവിൽ കഴിയുന്ന പിതാവ് ഷാജഹാന് ഔറംഗസീബ് കൊടുത്തയച്ചു. നിങ്ങളുടെ മകൻ ഔറംഗസീബ് അങ്ങയെ ഓർക്കുന്നു എന്ന് കാണിക്കാൻ നൽകുന്ന സമ്മാനം എന്നു പറഞ്ഞാണ് ഭടന്മാർ ആ പെട്ടി ഷാജഹാന് നൽകിയത്. പെട്ടി തുറന്ന വൃദ്ധനായ ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ അറുത്തെടുത്ത തല കണ്ട് ബോധരഹിതനായി വീണു. അധികാരത്തിനു വേണ്ടിയുള്ള ആർത്തി രക്തബന്ധങ്ങളെ എത്രമേൽ ക്രൂരമായി മുറിച്ചു മാറ്റുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ആഗ്ര കോട്ട സന്ദർശിക്കുന്നവർക്ക് മുസമ്മൽ ബുർജ് എന്ന മനോഹരമായ മാർബിൾ മന്ദിരം കാണാം. അവിടെയാണ് ഔറംഗസീബ് സ്വന്തം പിതാവിനെ 8 വർഷത്തോളം തടവിലിട്ടത്. കുടിവെള്ളത്തിന് പോലും മകനോട് യാചിക്കേണ്ടി വന്ന ഗതികെട്ട പിതാവായിരുന്നു ഷാജഹാൻ. ഹിന്ദുക്കൾ മരിച്ചവർക്ക് പോലും വെള്ളം നൽകുന്നു, എന്നാൽ നീ ജീവിച്ചിരിക്കുന്ന പിതാവിന് വെള്ളം നിഷേധിക്കുന്നു എന്ന് ഷാജഹാൻ കത്തെഴുതിയതായി ചരിത്രരേഖകളുണ്ട്. ആ ജാലകത്തിലൂടെ ദൂരെ യമുനയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന താജ്മഹലും നോക്കി ഷാജഹാൻ നെടുവീർപ്പെട്ടു. 1664 ഷാജഹാൻ മരിച്ചപ്പോൾ ഔറംഗസീബ് ഒരു സാധാരണ ശവസംസ്കാരം മാത്രമാണ് നൽകിയത്. 1658 ജൂലൈ 31 ഔറംഗസീബ് ആലംഗീർ അല്ലെങ്കിൽ ലോകം കീഴടക്കിയവൻ എന്ന പേര് സ്വീകരിച്ച് ഔദ്യോഗികമായി ചക്രവർത്തിയായി. അദ്ദേഹത്തിൻ്റെ ഭരണം 2 ഘട്ടങ്ങളായാണ് ചരിത്രകാരന്മാർ തിരിക്കുന്നത്. ആദ്യ ഘട്ടം ഉത്തരേന്ത്യൻ ശ്രദ്ധാകേന്ദ്രമായുള്ളതും 2ാം ഘട്ടം ഡെക്കാൻ കേന്ദ്രീകരിച്ചിട്ടുള്ളതുമായിരുന്നു. അധികാരമേറ്റ ഉടൻ അദ്ദേഹം പല സാമ്പത്തിക പരിഷ്കാരങ്ങളും നടപ്പിലാക്കി. അനാവശ്യമായ പല നികുതികളും അദ്ദേഹം ഒഴിവാക്കി. എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനും തുടങ്ങി. കൊട്ടാരത്തിൽ സംഗീതം നിരോധിച്ചു. തുലാഭാരം, അതായത് ചക്രവർത്തിയെ സ്വർണത്തിൽ തൂക്കുന്ന ചടങ്ങ്, അതുപോലെ ജരോഖ ദർശൻ, ചക്രവർത്തിയെ ജനങ്ങൾക്ക് ദർശനം നൽകുന്നത് തുടങ്ങിയ ഹിന്ദു ആചാരങ്ങൾ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ നിർത്തലാക്കി. ധാർമ്മിക കാര്യങ്ങൾ നോക്കാൻ മുഖ്താസിബ് എന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചു. മദ്യപാനം, ചൂതാട്ടം എന്നിവ കർശനമായി നിരോധിച്ചു. ഔറംഗസീബിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് ഫത്വ എ ആലംഗിരി എന്ന നിയമഗ്രന്ഥമാണ്. 500ഓളം ഇസ്ലാമിക പണ്ഡിതന്മാരെ ഡൽഹിയിൽ വരുത്തി. ഇതിൽ 300 പേർ ഇന്ത്യയിൽ നിന്നും ബാക്കി ഇറാഖ്, അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു. വർഷങ്ങളെടുത്താണ് ഇത് തയ്യാറാക്കിയത്. ഹനഫി മദ്ഹബ് അനുസരിച്ചുള്ള നിയമങ്ങൾ ഇതിൽ ക്രോഡീകരിച്ചു. ഇന്നും ഇസ്ലാമിക നിയമങ്ങളിൽ ഇത് ഒരു പ്രധാന അവലംബമാണ്. ഇതിൽ അടിമകളെക്കുറിച്ചും ശിക്ഷാവിധികൾ, നികുതി, വിവാഹം തുടങ്ങിയവയെക്കുറിച്ചും വിശദമായ പ്രതിപാദനങ്ങളുണ്ട്. ഉദാഹരണത്തിന്, വിവാഹിതനായ ഒരാൾ വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞു കൊല്ലാനും അല്ലാത്തവർക്ക് 100 അടി നൽകാനും ഇതിൽ നിർദ്ദേശിക്കുന്നു. മുഗൾ സാമ്രാജ്യത്തിൽ നീതി നടപ്പിലാക്കാൻ ഈ ഗ്രന്ഥം വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടു. ഔറംഗസീബിൻ്റെ ഭരണം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കരിവാരി തേക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മതനയങ്ങളുടെ പേരിലാണ്. അക്ബർ കെട്ടിപ്പടുത്ത സുല്ലി കുൽ, അതായത് സാർവത്രിക സമാധാനം എന്ന തത്വം ഔറംഗസീബ് ഉപേക്ഷിച്ചു. 1679 ഔറംഗസീബ് ചരിത്രപ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ആ തീരുമാനം എടുത്തു. ജസിയ നികുതി പുനഃസ്ഥാപിക്കുക. മുസ്ലിം ഇതര ജനവിഭാഗങ്ങൾ തങ്ങളുടെ സംരക്ഷണത്തിന് പകരമായി നൽകേണ്ടിയിരുന്ന നികുതിയാണിത്. അക്ബർ നിർത്തലാക്കിയ ഈ നികുതി തിരിച്ചു കൊണ്ടുവന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇതിനു പിന്നിലെ കാരണം എന്തായിരുന്നു? ഒന്ന്, സാമ്പത്തിക ലക്ഷ്യം. തുടർച്ചയായ യുദ്ധങ്ങൾ ഖജനാവ് കാലിയാക്കിയിരുന്നു. രണ്ടാമത്തേത് മതപരമായ ലക്ഷ്യമാണ്.
ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുക വഴി ഉലമകളുടെ, അതായത് മതപണ്ഡിതന്മാരുടെ പിന്തുണ ഉറപ്പാക്കുക. മൂന്നാമത്തേത് എന്ന് പറയുന്നത് മതപരിവർത്തനമാണ്. സാമ്പത്തിക ഭാരം താങ്ങാനാവാതെ ദരിദ്രരായ ഹിന്ദുക്കൾ ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. ഡൽഹിയിൽ ജനങ്ങൾ ഇതിനെതിരെ സംഘടിച്ചു. അവർ ചക്രവർത്തിയുടെ ആനയ്ക്ക് മുൻപിൽ കിടന്ന് പ്രതിഷേധിച്ചു. എന്നാൽ ഔറംഗസീബ് തൻ്റെ ആനകളെ പ്രതിഷേധങ്ങൾക്ക് മുകളിലൂടെ ഓടിക്കാൻ ഉത്തരവിട്ടു എന്ന് മനുച്ചി രേഖപ്പെടുത്തുന്നു. അതേസമയം സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, ദരിദ്രർ എന്നിവരെ ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഔറംഗസീബിന്റെ ഭരണകാലത്ത് ഒട്ടേറെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാന വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം, മധുരയിലെ കേശവദേവ ക്ഷേത്രം എന്നിവയാണ്. 1669 കാശി വിശ്വനാഥ ക്ഷേത്രം തകർക്കാൻ ഔറംഗസീബ് ഉത്തരവിട്ടത്. ക്ഷേത്രം തകർത്ത് അവിടെ ജ്ഞാനവാപി മസ്ജിദ് നിർമ്മിച്ചു. ക്ഷേത്രത്തിലെ പൂജാരിമാരും വിമതരും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എന്ന രാഷ്ട്രീയ കാരണവും ഇതിനു പിന്നിലുണ്ടായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ വാദിക്കുന്നു. എന്നാൽ മസ്ജിദിന്റെ പിൻഭാഗത്ത് ഇന്നും കാണുന്ന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇതൊരു മതപരമായ കടന്നുകയറ്റം തന്നെയായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന മധുരയിലെ കേശവദേവ ക്ഷേത്രം തകർത്ത് അവിടെ ഷാഫി ഈദ്ഗാഹ് മസ്ജിദ് നിർമ്മിച്ചു. എന്നാൽ ഇതേ ഔറംഗസീബ് തന്നെ ഉജ്ജയിനിയിലെ മഹാകാലേശ്വർ, ഗോഹട്ടിയിലെ കാമാഖ്യ തുടങ്ങിയ പല ക്ഷേത്രങ്ങൾക്കും ഭൂമിയും പണവും ദാനമായി നൽകിയിട്ടുണ്ട് എന്നതും ചരിത്രപരമായ വൈരുദ്ധ്യമാണ്. ക്ഷേത്രങ്ങൾ വിമതരുടെ കേന്ദ്രങ്ങളാകുമ്പോൾ മാത്രമാണ് അദ്ദേഹം അവ തകർത്തിരുന്നത് എന്ന് പൊളിറ്റിക്കൽ തിയറി വാദിക്കുന്നവർ പറയുന്നു. എന്നാൽ ഭൂരിഭാഗം ചരിത്രകാരന്മാരും ഇത് അദ്ദേഹത്തിൻ്റെ മതപരമായ അസഹിഷ്ണുതയുടെ തെളിവായി തന്നെ കാണുന്നു. സിഖ് മത ചരിത്രത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന അധ്യായമാണ് 1. ഔറംഗസീബിന്റെ മതനയങ്ങൾ കാശ്മീരിലെ ബ്രാഹ്മണരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. നിർബന്ധിത മതപരിവർത്തനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ 9ാം സിഖ് ഗുരുവായ തേജ് ബഹാദൂറിനെ സമീപിച്ചു. എന്നെ മതം മാറ്റാൻ കഴിഞ്ഞാൽ എല്ലാവരും മതം മാറാം എന്ന് ഗുരു ഔറംഗസീബിനെ വെല്ലുവിളിച്ചു. ഔറംഗസീബ് ഗുരുവിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഇസ്ലാം മതം സ്വീകരിക്കാനോ അത്ഭുതം പ്രവർത്തിക്കാനോ ആവശ്യപ്പെട്ടു. രണ്ടും നിരസിച്ച ഗുരുവിനെ ക്രൂരമായി പീഡിപ്പിച്ചു. ഗുരുവിന്റെ അനുയായികളായ ഭായ് ദാസിനെ ഈർച്ചവാൾ കൊണ്ട് അറുത്തു. ഭായ് സതീദാസിനെ പഞ്ഞിയിൽ പൊതിഞ്ഞ് തീയിട്ടു. ഒടുവിൽ 1675 നവംബർ 11 ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച് ഗുരു തേജ് ബഹദൂറിന്റെ തല വെട്ടിമാറ്റി. ശിഷ് ദിയ പർ സിർ ന ദിയ, തല നൽകി പക്ഷേ രഹസ്യം അല്ലെങ്കിൽ വിശ്വാസം നൽകിയില്ല എന്നാണ് സിഖ് ചരിത്രം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സംഭവം സിഖ് മതത്തെ സമാധാനകാംക്ഷികളായ ഒരു സമൂഹത്തിൽ നിന്ന് പോരാളികളായ ഖൽസ സൈന്യമായി മാറാൻ പ്രേരിപ്പിച്ചു. ഗുരുവിൻ്റെ മകൻ ഗോവിന്ദറായ്, പിന്നീട് അദ്ദേഹം ഗുരു ഗോവിന്ദ് സിംഗ് എന്നറിയപ്പെട്ടു, മുഗളർക്കെതിരെ ശക്തമായ പോരാട്ടം തുടങ്ങി. ഔറംഗസീബിന്റെ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സമായത് സഹ്യാദ്രിയുടെ മടിത്തട്ടിൽ ഉദയം ചെയ്ത മറാത്ത സാമ്രാജ്യമാണ്. ഛത്രപതി ശിവാജി എന്ന പേര് ഔറംഗസീബിന്റെ ഉറക്കം കെടുത്തി. 1664 ജയ്സിംഗ് രാജാവുമായുള്ള പുരന്ദർ സന്ധിയുടെ ഭാഗമായി ശിവജി ഔറംഗസീബിനെ കാണാൻ ആഗ്രയിലെത്തി. എന്നാൽ ചക്രവർത്തി അദ്ദേഹത്തെ അർഹിക്കുന്ന ആദരവോടെ സ്വീകരിച്ചില്ല. 5000 കുതിരപ്പടയാളികളുടെ മൻസബ്ദർ സ്ഥാനം നൽകി പിന്നിലെ വരിയിൽ നിർത്തി. ഇത്
ശിവാജിയെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം സഭ വിട്ടിറങ്ങി. ഔറംഗസീബ് അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. ശിവാജിയെ വധിക്കാനായിരുന്നു ഔറംഗസീബിന്റെ പദ്ധതി. എന്നാൽ ശിവാജി ഒരു തന്ത്രം പ്രയോഗിച്ചു. തനിക്ക് അസുഖമാണെന്നും അത് മാറാൻ സാധുക്കൾക്ക് മധുരപലഹാരങ്ങൾ ദാനം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വലിയ പഴക്കൂടകൾ കൊട്ടാരത്തിലേക്ക് വരാനും പോകാനും തുടങ്ങി. ആദ്യം പരിശോധിച്ചിരുന്ന കാവൽക്കാർ പിന്നീട് അലസരായി. 1666 ഓഗസ്റ്റ് 19 ശിവാജിയും മകൻ സംഭാജിയും 2 പഴക്കൂടകളിൽ ഒളിച്ച് കൊട്ടാരത്തിന് പുറത്തെത്തി. അവിടെ നിന്ന് വേഷം മാറി അവർ ഡെക്കാനിലേക്ക് രക്ഷപ്പെട്ടു. ഒരു ചെറിയ അശ്രദ്ധ തൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ വേട്ടയാടി എന്ന് ഔറംഗസീബ് പിന്നീട് തൻ്റെ വിൽപത്രത്തിൽ കുറിക്കുകയുണ്ടായി. ശിവാജിയുടെ ഈ രക്ഷപ്പെടൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു. ശിവാജിയുടെ മരണശേഷം മകൻ സംഭാജി മുഗളന്മാർക്കെതിരെ പോരാട്ടം തുടർന്നു. 1689 സംഗമേശ്വരിൽ വെച്ച് മുഗൾ സൈന്യാധിപൻ മുഖറബ് ഖാൻ സംഭാജിയെയും കവി കലേഷിനെയും പിടികൂടി. അവരെ ചങ്ങലയിൽ ബന്ധിച്ച് കോമാളികളുടെ വേഷം ധരിപ്പിച്ച് ഒട്ടകപ്പുറത്ത് കയറ്റി മുഗൾ ക്യാമ്പിലൂടെ നടത്തി. ഔറംഗസീബ് സംഭാജിയോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സംഭാജി അത് നിരസിക്കുകയും ഔറംഗസീബിനെ അധിക്ഷേപിക്കുകയും ചെയ്തു. കുപിതനായ ഔറംഗസീബ് സംഭാജിയെ ക്രൂരമായി പീഡിപ്പിക്കാൻ ഉത്തരവിട്ടു. ആദ്യം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പഴുപ്പിച്ച ഇരുമ്പ് കമ്പി കൊണ്ട് കുത്തിപ്പൊട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ നാവറുത്തു. ദിവസങ്ങളോളം നീണ്ട പീഡനങ്ങൾക്ക് ശേഷം 1689 മാർച്ച് 11 തുലാപ്പൂരിൽ വെച്ച് അദ്ദേഹത്തെ ശിരസ്സറുത്ത് വധിച്ചു. ശരീരം കഷണങ്ങളാക്കി നദിയിലെറിഞ്ഞു. സംഭാജിയുടെ ഈ രക്തസാക്ഷിത്വം മറാത്ത ശക്തികളെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ ഒന്നിപ്പിക്കുകയാണ് ചെയ്തത്. അവർ ജീവൻ കൊടുത്തും മുഗളർക്കെതിരെ പോരാടാൻ ശപഥമെടുത്തു. ഔറംഗസീബിന്റെ ജീവിതത്തിലെ അവസാനത്തെ 26 വർഷങ്ങൾ അദ്ദേഹം ഡെക്കാനിലാണ് ചെലവഴിച്ചത്. ഡെക്കാൻ വ്രണം എന്നാണ് ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്പെയിൻ നെപ്പോളിയനെ നശിപ്പിച്ചതുപോലെ ഡെക്കാൻ ഔറംഗസീബിനെ നശിപ്പിച്ചു. ഔറംഗസീബിന്റെ സൈനിക ക്യാമ്പ് ഒരു അത്ഭുതമായിരുന്നു. 30 മൈലോളം ചുറ്റളവുള്ള 5 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ഒരു ചലിക്കുന്ന നഗരം. ചക്രവർത്തി, മന്ത്രിമാർ, സൈനികർ, അവരുടെ കുടുംബങ്ങൾ, കച്ചവടക്കാർ, ആനകൾ, കുതിരകൾ എല്ലാം അടങ്ങുന്ന വലിയൊരു ജനസഞ്ചയം. 250ഓളം ബസാറുകൾ ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ഡെക്കാനിലെ കൃഷിഭൂമിയിലൂടെ ഈ വമ്പൻ സംഘം കടന്നു പോകുമ്പോൾ അത് വെട്ടുകിളികൾ കൃഷിയിടം നശിപ്പിക്കുന്നതിന് പോലെ തുല്യമായിരുന്നു. അവർ ആ പ്രദേശത്തെ വിഭവങ്ങൾ മുഴുവൻ ഊറ്റിക്കുടിച്ചു. പട്ടിണിയും പ്ലേഗും ക്യാമ്പിനെ വിടാതെ പിന്തുടർന്നു. മറാത്തകളെ സഹായിക്കുന്നു എന്നാരോപിച്ച് ഔറംഗസീബ് ഡെക്കാൻ സുൽത്താനേറ്റുകളായ ബിജാപൂരും ഗോൽഖണ്ഡയും ആക്രമിച്ചു. ബിജാപൂർ ഭരിച്ചിരുന്നത് സിക്കന്ദർ ആദിൽ ഷാ ആയിരുന്നു. അദ്ദേഹത്തെ തോൽപ്പിച്ച് ബിജാപൂർ പിടിച്ചെടുത്തു. വജ്രങ്ങൾക്ക് പേരുകേട്ട ഗോൽഖണ്ഡ കോട്ട പിടിച്ചെടുക്കാൻ 8 മാസത്തോളം ഉപരോധം ഏർപ്പെടുത്തി. കോട്ടയുടെ ഉറപ്പും അബുൽ ഹസൻ ഖുദ്ദബ് ഷായുടെ തന്ത്രങ്ങളും മുഗളരെ വലച്ചു. ഒടുവിൽ കോട്ടയ്ക്കുള്ളിലെ അബ്ദുള്ള പാനി എന്ന ഉദ്യോഗസ്ഥനെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ചാണ് രാത്രിയിൽ കോട്ടവാതിൽ തുറപ്പിച്ചത്. ഈ വിജയങ്ങൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. കാബൂൾ മുതൽ ചിറ്റഗോങ് വരെയും കാശ്മീർ മുതൽ കാവേരി വരെയും സാമ്രാജ്യം വളർന്നു. എന്നാൽ ഇത് ഒരു പിറസ് വിജയം ആയിരുന്നു. ഈ യുദ്ധങ്ങൾ മുഗൾ ഖജനാവ് കാലിയാക്കി. ജാഗിർദാരി സമ്പ്രദായം തകർന്നു. സൈനികർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയായി
തീർന്നു. ജീവിത സായാഹ്നത്തിൽ ഔറംഗസീബ് തീർത്തും ഏകാകിയായിരുന്നു. താൻ വിശ്വസിച്ചവരെല്ലാം മരിച്ചു. മക്കളെ ആരെയും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. ഷാജഹാനെ താൻ ചെയ്തതുപോലെ മക്കൾ തന്നെയും ചെയ്യുമോ എന്ന് അദ്ദേഹം ഭയന്നു. അതിനാൽ മക്കളെ ആരെയും തൻ്റെ അടുത്തു വരാൻ അനുവദിച്ചില്ല, അടുത്തു നിർത്തിയില്ല, അവർക്ക് അധികാരവും നൽകിയില്ല. ഔറംഗസീബിനെ കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാവാനാത്ത ഒരു ചിത്രമാണ് തൊപ്പിതുന്നി ജീവിക്കുന്ന ചക്രവർത്തിയുടേത്. അദ്ദേഹം ഖജനാവിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പണം എടുത്തിരുന്നില്ല എന്ന് ചരിത്രരേഖകൾ പറയുന്നു. തൻ്റെ ചെലവിനായി അദ്ദേഹം ഖുറാൻ പകർത്തി എഴുതുകയും തൊപ്പികൾ തുന്നുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നത് ഒരു അതിശയോക്തിയാവാം. എങ്കിലും അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം സത്യമായിരുന്നു. മരണശേഷം തൻ്റെ ശവസംസ്കാരത്തിന് ഖജനാവിൽ നിന്ന് പണം എടുക്കരുതെന്നും താൻ തൊപ്പി തുന്നി ഉണ്ടാക്കിയ 14 രൂപയും 12 അണയും മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അദ്ദേഹം വിൽപത്രത്തിൽ എഴുതി വച്ചിരുന്നു. എന്നാൽ ആധുനിക ചരിത്രകാരന്മാർ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപന് തൊപ്പി വിറ്റ പണം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുമോ? തൊപ്പികൾ എവിടെ എന്ന ചോദ്യം ഉയരുന്നുമുണ്ട്. മരണക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം തൻ്റെ മക്കളായ അസംഷായ്ക്കും കാംബക്ഷയ്ക്കും എഴുതിയ കത്തുകൾ ഹൃദയഭേദകമാണ്. ഒരു ചക്രവർത്തിയുടെ ഗർവ് അതിലില്ല, മറിച്ച് ഒരു പരാജയപ്പെട്ട മനുഷ്യൻ്റെ വിലാപമാണ് ഉള്ളത്. ഞാൻ തനിച്ചാണു വന്നത്, അപരിചിതനായി പോകുന്നു. ഞാൻ ആരാണെന്നോ എന്തിനാണ് വന്നതെന്നോ എനിക്കറിയില്ല. എൻ്റെ വിലപ്പെട്ട ആയുസ് ഞാൻ വെറുതെ കളഞ്ഞു. ദൈവത്തെ എൻ്റെ ഹൃദയത്തിൽ കാണാൻ എൻ്റെ അന്ധമായ കണ്ണുകൾക്ക് കഴിഞ്ഞില്ല. ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ പാപങ്ങൾക്ക് ദൈവം എന്ത് ശിക്ഷയാകും നൽകുക? വിട വിട വിട. ഈ വരികൾ വായിക്കുമ്പോൾ ലോകം വിറപ്പിച്ച ചക്രവർത്തിയുടെ ഉള്ളിലെ ഭയവും നിസ്സഹായതയും നമുക്ക് കാണാം. താൻ ചെയ്ത ക്രൂരതകൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു എന്ന് ഉറപ്പാണ്. 1707 മാർച്ച് 3 അഹമ്മദ് നഗറിൽ വെച്ച് 88-ാം വയസ്സിൽ ഔറംഗസീബ് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഔറംഗാബാദിനടുത്തുള്ള ഖുൽദാബാദിൽ സൂഫി സന്യാസി ഷെയ്ഖ് സൈനുദ്ദീൻ്റെ ദർഗയ്ക്ക് സമീപം അദ്ദേഹത്തെ അടക്കം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുൽദാബാദിൽ പോയാൽ കാണാം, താജ്മഹൽ പോലെ വലിയ മാർബിൾ കൊട്ടാരങ്ങളോ ഹുമയൂണിൻ്റെ ശവകുടീരം പോലെ പൂന്തോട്ടങ്ങളോ അവിടെയില്ല. ആകാശത്തേക്ക് തുറന്നു കിടക്കുന്ന വെറും മണ്ണിൽ തീർത്ത ലളിതമായ ഒരു കല്ലറ, അതിന് മുകളിൽ തുളസിച്ചെടികൾ മാത്രം. ദൈവത്തിൻ്റെ കരുണയല്ലാതെ മറ്റൊരു മേൽക്കൂരയും എനിക്ക് വേണ്ട എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഔറംഗസീബിൻ്റെ മരണത്തോടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അട്ടല് ഒടിഞ്ഞു. 50 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണം സാമ്രാജ്യത്തെ വലുതാക്കിയെങ്കിലും അതിൻ്റെ അടിത്തറ ഇളക്കിയിരുന്നു. ഡെക്കാൻ യുദ്ധങ്ങൾ ഖജനാവ് കാലിയാക്കി. മതനയങ്ങൾ രജപുത്രരെയും സിഖുകാരെയും മറാത്തികളെയും ശത്രുക്കളാക്കി. മക്കൾ തമ്മിലുള്ള അധികാര തർക്കങ്ങൾ സാമ്രാജ്യത്തെ ശിഥിലമാക്കി. ചരിത്രം എന്നത് വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ഒന്നാണ്. ഔറംഗസീബ് ഒരു വില്ലനായിരുന്നു. ഒരു പരിധിവരെ അതെ. അധികാരം നിലനിർത്താൻ അദ്ദേഹം ചെയ്ത ക്രൂരതകൾ ന്യായീകരിക്കാനാവില്ല. എന്നാൽ അദ്ദേഹം കേവലം ഒരു മതഭ്രാന്തൻ മാത്രമായിരുന്നില്ല. വലിയൊരു സാമ്രാജ്യത്തെ ഒറ്റയ്ക്ക് താങ്ങി നിർത്താൻ ശ്രമിച്ചു. ഒടുവിൽ സ്വന്തം ഭാരത്താൽ വീണുപോയ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. ഖുൽദാബാദിലെ ആ തുറന്ന കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കാറ്റിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. വാളുകൊണ്ട് ലോകം കീഴടക്കിയ ആലംഗീറിന് സ്വന്തം മനസ്സിനെ കീഴടക്കാൻ കഴിഞ്ഞിരുന്നു. ചരിത്രം അതിന് ഉത്തരം നൽകുന്നില്ല. പക്ഷേ ആ കല്ലറ നമ്മോട് പലതും പറയുന്നുണ്ട്. അധികാരത്തിൻ്റെ നിഷ്ഫലതയെക്കുറിച്ച്, കാലത്തിൻ്റെ അനിവാര്യമായ ഒഴുക്കിനെക്കുറിച്ച്.
ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിലൂടെ ഇനിയും നമുക്ക് സഞ്ചരിക്കാനുണ്ട്. മറ്റൊരു യാത്രയിൽ മറ്റൊരു ചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.